ഗായ്സ്, ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പച്ചക്കറി റൈസിൻ്റെ വീഡിയോ ആയിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതായിട്ടാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ പച്ചക്കറി കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓൽക്കും കൂടി നല്ലോണം ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും കേട്ടോ ഈ പച്ചക്കറികളൊക്കെ. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ അമ്മച്ചി ഇടയ്ക്ക് ഉണ്ടാക്കി തരലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് വൈറ്റാണ്, പിന്നെ സവാള സ്ക്വയറാക്കി കട്ട് ചെയ്തതും, ക്യാരറ്റ് കുറച്ച് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതും, അങ്ങനെ ബീൻസ് കട്ട് ചെയ്തത്, പിന്നെ മൂസമ്പി കട്ട് ചെയ്തത്, പിന്നെ അനാറ്. അപ്പോൾ ഇതിലോട്ട് ആവശ്യമായ സ്പൈസസ് ആണ് ഇത്: ബേ ലീവ്സും പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ. അപ്പോൾ നിങ്ങളടുത്തുള്ള പച്ചക്കറികൾ ഏതാണോ അതെടുക്കാൻ. ഞാൻ പിന്നെ അടുത്തുള്ളതാണ് എടുത്തിക്കണം. നിങ്ങൾക്ക് ക്യാബേജോ വേറെ ഏതെങ്കിലും പച്ചക്കറിയൊക്കെ എടുക്കാം കേട്ടോ. ഏത് പച്ചക്കറി ഇതിന് പറ്റും. പിന്നെ അതാ ഞാൻ ഗ്രീൻ പീസ് വേവിച്ചത് എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ മല്ലിയില പുതിനയില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇതിലോട്ട് ആവശ്യമായ ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എടുക്കാം. ഏതെടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് എടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കാൻ തുടക്കുകയാണ്. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ബട്ടർ ഇട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്പൈസസ് നല്ലോണം ഒന്ന് ചൂടായി വരണം കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും അതുപോലെ ബീൻസ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ഇതാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇത് ഇവിടെ റെഡിയായി വന്നു. നമുക്ക് മല്ലിച്ചപ്പും പുതിനയും പാടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ അപ്പുറത്ത് നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലോട്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. സൺഫ്ലവറും ഉപ്പും ഇട്ടിട്ടായിരുന്നു വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇത് റെഡിയായി. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതുപോലെ ബേ ലീവ്സും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം അതിലോട്ട് നമുക്ക് മൂസമ്പി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഉപ്പും കുരുമുളക് പൊടിയും അല്ലാതെ. അപ്പം അത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ശേഷം അതിലോട്ട് നമ്മുടെ ഉറുമാമ്പഴം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് അടച്ചു വെച്ചൊന്ന് സെറ്റ് ആവാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഇടയ്ക്ക് പോയിട്ട് നമ്മുടെ ചോറ് വെന്തോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തുറന്ന് അതിലോട്ട് ഇനി കുറച്ച് ചോറിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചോറിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് ചോറും കൂടി ഇട്ട ശേഷം അത് മൊത്തത്തിലൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും പച്ചക്കറികളൊക്കെ എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എന്നതിലൂടെ നമുക്ക് അൽഫാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉമ്മച്ചി അൽഫാം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇത് ചിക്കൻ മസാല അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബട്ടർ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ലോണം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു പാനിലോട്ട് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് നല്ലോണം മെൽറ്റായി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അത് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തിരിച്ചും മറിച്ചൊക്കെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അടച്ച് വെച്ച് കുക്ക് ചെയ്യണം, എന്നാലേ അത് നല്ലോണം വെന്ത് കിട്ടുള്ളൂ.
അടച്ച് വെച്ച് ഒരു ഭാഗം തിരിച്ച് മറിച്ച് മറ്റേ ഭാഗം ഇതാക്കുക, അതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ ചെയ്യുമെന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അതാ നമ്മുടെ ചിക്കന് നമ്മൾ അടച്ച് വെച്ച് നല്ലോണം വേവിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. ബട്ടറിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതാ നമ്മൾ ഫൈനലി നമ്മുടെ എല്ലാ ചിക്കനും നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അൽഫാം ആകണമെങ്കിൽ ഇത് നമുക്ക് കുറച്ച് മിനുക്ക് പണികളൊക്കെ അല്ലേ, ഇനി അത് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതൊന്ന് ചിക്കൻ എടുത്തിട്ടൊന്ന് തീയിൽ വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ അൽഫാം ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ടേബിളിൽ കൊണ്ടുപോയി സെർവ് ചെയ്യണം കേട്ടോ നമുക്ക്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ്, സെർവറിനെയൊക്കെ കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് നിങ്ങൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റും, ഈ ചോറ് കുട്ടികൾക്കൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ, മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് തന്നെയാണ് കേട്ടോ ഇത്. നിങ്ങൾ വീട്ടിൽ നിന്ന് മസ്റ്റ് ട്രൈ ആക്കിക്കൊള്ളണം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.